അതീവ രഹസ്യമായിരുന്നു വധശിക്ഷ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. ഓപ്പറേഷൻ എക്സ് എന്നായിരുന്നു രഹസ്യകോഡ്. IG ദേവൻ ഭാരതിയുടെ നേതൃത്വത്തിൽ 17-അംഗ സംഘത്തിനായിരുന്നു ചുമതല. അതീവ സുരക്ഷയുള്ള മുംബൈ ആർത്തൂർ റോഡ് ജയിലിൽ നിന്ന് കസബിനെ 2 ദിവസം മുമ്പ് കഴുമരമുള്ള പൂനെ ഏർവാഡ ജയിലിലേക്ക് മാറ്റി. വധശിക്ഷ നടപ്പാക്കാൻ പോകുന്ന കാര്യം കസബിനെ 12-ാം തീയതി അറിയിച്ചിരുന്നു. അവസാന ആഗ്രഹമെന്തെന്ന ചോദ്യത്തിന് മറുപടിയില്ല. പാകിസ്ഥാനിനുള്ള ഉമ്മയെ വിവരമറിയിക്കണമെന്നാവശ്യപ്പെട്ടു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം മുഖേന കസബിന്റെ വീട്ടുകാരെ വിവരമറിയിച്ചു. രാവിലെ 7:30-ക്ക് തൂക്കിലേറ്റി. തൊട്ടുമുമ്പ് പ്രാർത്ഥിച്ചു. പിന്നീട് ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. 2004 ശേഷം ഇന്ത്യയിൽ നടപ്പാക്കുന്ന ആദ്യ വധശിക്ഷ. മൃതദേഹം ഏറ്റുവാങ്ങാൻ പാകിസ്ഥാൻ ആഗ്രഹം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് കസബിനെ മിനിറ്റുകൾക്കകം ജയിൽ വളപ്പിൽ സംസ്കരിച്ചു. കസബിനെ തൂക്കിലേറ്റുന്ന കാര്യം പാകിസ്ഥാനെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം കത്ത് മുഖേന അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും കത്ത് കൈപ്പറ്റാൻ അവർ വിസമ്മതിച്ചു. തുടർന്ന് ഡൽഹിയിൽ നിന്ന് വിവരം ഫാക്സ് ചെയ്തു. ഇന്ത്യയുടെ കത്ത് ലഭിച്ചതായി പിന്നീട് പാകിസ്ഥാൻ സമ്മതിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് വ്യാഴാഴ്ച ഡൽഹിയിലെത്താനിരുന്ന പാക് ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക്കിനോട് യാത്ര മാറ്റിവെക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജയിൽ വളപ്പിൽ മൃതദേഹം അടക്കം ചെയ്യപ്പെടുന്ന ആദ്യ ഭീകരനല്ല കസബ്. മുമ്പ് JKLF ഭീകരൻ മക്ബൂൽ ഭട്ടിനെ 84-ൽ തൂക്കിലേറ്റിയ ശേഷം തിഹാർ ജയിൽ വളപ്പിൽ സംസ്കരിച്ചിരുന്നു. കസബിന്റെ ദയാഹർജി രാഷ്ട്രപതി തള്ളിയത് 5-ാം തീയതിയാണ്. 7-ന് ഫയൽ ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി. ദയാഹർജി തള്ളിയ ഉത്തരവടങ്ങിയ ഫയൽ 8-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മഹാരാഷ്ട്ര സർക്കാരിന് കൈമാറി. 2008 നവംബർ 26 മുതൽ കസബടക്കം 10 ഭീകരർ മുംബൈ നഗരത്തിലും താജ് ഹോട്ടലിലും 3 ദിവസം നടത്തിയ ആക്രമണത്തിൽ 166 പേരാണ് കൊല്ലപ്പെട്ടത്. 9 ഭീകരർ സുരക്ഷാസേനയുമായുള്ള വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. കസബിനെ ജീവനോടെ പിടികൂടി. ഭീകരാക്രമണത്തിന്റെ 4-ാം വാർഷികത്തിന് 5 ദിവസം മുമ്പാണ് കസബിനെ തൂക്കിലേറ്റിയത്. ആർത്തൂർ റോഡ് ജയിലിൽ കസബിന്റെ സുരക്ഷയ്ക്കും താമസത്തിനും സർക്കാരിന് കോടികളാണ് ചെലവായത്. ജയിലിന് സുരക്ഷ നൽകിയതിന് ഇന്തോ ടിബറ്റൻ അതിർത്തി പോലീസ് 27 കോടി രൂപ മഹാരാഷ്ട്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസബിന്റെ വധശിക്ഷയ്ക്ക് പിന്നാലെ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിന്റെ അടക്കം 7 ദയാഹർജികളിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. യാദൃശ്ചികമായാലും വധശിക്ഷ നിരോധിക്കണമെന്ന UN പ്രമേയത്തിനെതിരെ ഇന്ത്യ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തിരുന്നു. അതീവ രഹസ്യമായി അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ കാര്യം രാജ്യത്താദ്യം പ്രേക്ഷകരിലെത്തിച്ചത് ഇന്ത്യ വിഷനാണ്. വധശിക്ഷ നടപ്പാക്കി മിനിറ്റുകൾക്കകം ഇന്ത്യ വിഷൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്തു. കസബിനെ തൂക്കിലേറ്റിയെങ്കിലും മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരെ വിട്ടുനൽകണമെന്ന ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാൻ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ബി ദിലീപ് കുമാർ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.